അങ്ങനെ നമ്മുടെ അനി ആവന്തികയോട് പറയുന്നുണ്ട്, നീ അബിയൊക്കെ മോശമുള്ള പെണ്ണായിരുന്നു, ഇപ്പം നീ ഇങ്ങനെ നല്ലവളായ, നിന്നെ ആരെങ്ങനെ വേഷം കെട്ടി ഇറക്കി കൊണ്ടുവന്നത്, ഇത് നിൻ്റെ ബുദ്ധിയാണോ അതോ വേറെ വല്ലവരുടെ ബുദ്ധിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആവന്തികയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ആവന്തിക മുണ്ടാതെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ കനക നന്ദുവിനോട് പറയുന്നുണ്ട്, ഇനി എത്രയും പെട്ടെന്ന് നന്ദൂട്ടനെ ഒരു നല്ല പയ്യനെ നോക്കി കല്യാണം കഴിപ്പിക്കണം, എന്നാലേ എൻ്റെ തലവേദന മാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നന്ദു പറയുന്നത്, എന്നാൽ നമ്മുടെ തലവേദന അടുത്ത കാലത്തൊന്നും മാറാൻ പോണില്ല, എനിക്ക് അടുത്ത കാലത്തൊന്നും കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദു ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശ് നയനോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നമ്മൾക്ക് ഈ കല്യാണ നിശ്ചയം മുടക്കിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നയന പറയണ്ട, അയ്യോ നാളെ ആയില്ലേ കല്യാണ നിശ്ചയം, ഇനി നമ്മൾ കാരണം കല്യാണ നിശ്ചയം മുടങ്ങണ്ട, എന്തായാലും അത് നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ആവന്തിക അബിയോട് പോയി പറയുന്നുണ്ട്, നാളെ കല്യാണം നിശ്ചയമായിട്ടും എന്നോട് എനിക്ക് തീരെ സ്നേഹമില്ല, എന്നെ കാണുമ്പോൾ എന്നെ ദേഷ്യമാണെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അബി ചോദിക്കേണ്ട ആവന്തികയോട്, നിനക്ക് അവനോട് ഇഷ്ടമുണ്ടോ ചോദിക്കണ്ടേ, എനിക്ക് എന്തിനാ ഇഷ്ടം, അവൻ എന്നോട് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എനിക്ക് മാത്രം എന്തിനാ അവനോട് ഇഷ്ടം, എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അനി നന്ദുവിനെ വിളിച്ചിട്ട് പറയേണ്ടത്, എടി എങ്ങനെ നാളെ ഈ കല്യാണ നിശ്ചയം മുടക്കുക, ഒരു ഐഡിയ പറഞ്ഞു തായോ എന്ന് പറയേണ്ടത്. ആ സമയത്ത് നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഇപ്പം നീ കല്യാണ നിശ്ചയം മുടക്കൊന്നും വേണ്ട, നാളെ നല്ല സന്തോഷത്തിൽ കല്യാണ നിശ്ചയത്തിൽ പങ്കെടുക്കണം, മോതിരം മാറ്റൽ നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഫോൺ കട്ടാക്കേണ്ടത് കേൾക്കുമ്പോൾ എനിക്കാണെങ്കിൽ വല്ലാതെ വിഷമം വരുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.